ഹായ് ആസ്പിരൻസ്, നമ്മുടെ റൂട്ട് വേർഡ് സീരീസിൻ്റെ മൂന്നാമത്തെ വീഡിയോയിലേക്കാണ് നമ്മൾ ഇന്ന് കിടക്കുന്നത്. ആൻഡ് നമ്മൾ ഓൾമോസ്റ്റ് 100 വേർഡ്സ് ഇതിനോടകം നമ്മുടെ 2 വീഡിയോ വെച്ചിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് നമ്മൾ ഇന്ന് നമ്മുടെ 50 വേർഡ്സ് നേർദർ 50 വേർഡ്സ് തുടങ്ങുകയാണ്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ദ ലോജി സീരീസ് കണ്ടിന്യൂസ്. ഓക്കെ, സോ ഫസ്റ്റ് വേർഡ് ഇസ് ജനാത്ലിയോളജി. Okay, ജനാത്ലിയോളജി, ആൻഡ് ദാറ്റ്സ് എ സ്റ്റഡി ഓഫ് ആർട്ട് ഓഫ് കാസ്റ്റിംഗ് ഹോറോസ്കോപ്പ്. ഓക്കെ, ജനാത്ലിയോളജി. ഓക്കെ, ഇതെന്ന് പറയുന്നത് എന്താ, ഹോറോസ്കോപ്പിനെ പറ്റിയിട്ടുള്ള ആ ഒരു കാസ്റ്റിങ്ങിനെ പറ്റിയിട്ടുള്ള സ്റ്റഡിയാണ്. ഓക്കെ, ഹോറോസ്കോപ്പിൻ്റെ കാസ്റ്റിങ്ങിനെ പറ്റിയിട്ടുള്ള സ്റ്റഡിയാണ് എന്ത്, ജനാത്ലിയോളജി. ഓക്കെ, യെസ്. നൗ ജിയോക്രോണോളജി. ജിയോക്രോണോളജി. ഓക്കെ, നമ്മൾ പറഞ്ഞിട്ടില്ലായിരുന്നോ, നമ്മുടെ വേർഡ്സിനെ നമ്മൾ എന്ത് ചെയ്യാം, സ്പ്ലിറ്റ് ചെയ്തിട്ട് നമ്മൾക്ക് അതിനെ ഓർത്ത് വെക്കാൻ സാധിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ അങ്ങനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യുമ്പം എന്ത് ചെയ്യാം, ഇവിടെ യെസ്, ഓക്കെ, നമുക്ക് സ്പ്ലിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ജിയോ ക്രോണോളജി. ഓക്കെ, ക്രോണോളജി നമ്മൾ ഇതിനോടകം കണ്ടിട്ടുള്ള വാക്കാണ്. ക്രോണോളജി എന്ന് വെച്ചാൽ എന്താ, ക്രോണോളജി എന്ന് വെച്ചാൽ ടൈമിനനുസരിച്ച് ഇവൻസിനെ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളെ അറേഞ്ച് ചെയ്യുന്നതിനെയാണ് ക്രോണോളജി എന്ന് പറയുന്നത്. ജിയോ എന്ന് വെച്ച വാക്ക് കേൾക്കുമ്പോഴേ എന്ത് ഓർമ്മ വരണം, ഭൂമി, സംതിങ് റിലേറ്റഡ് ടു ലാൻഡ് ആണ്. ഓക്കെ, ലാൻഡിനെ റിലേറ്റ് ചെയ്യുന്ന എന്തോ വാക്കാണ് ജിയോ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നോക്കിയേ, ജിയോ ക്രോണോളജി എന്ന് വെച്ചാൽ ടൈമും ലാൻഡുമായിട്ട് എന്തോ റിലേഷൻ ഉള്ള ഒരു വാക്കാണെന്ന് മനസ്സിലാക്കാം. ഓക്കെ, ദാറ്റ് ഈസ് മെഷറിങ് ജിയോളജിക്കൽ ടൈം. ഓക്കെ, ജിയോളജിക്കൽ ടൈമിനെ മെഷർ ചെയ്യുന്നതാണ് എന്ത്, ജിയോ ക്രോണോളജി. ഓക്കെ, അല്ലെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള ജിയോളജിക്കൽ ടൈമിനെ പറ്റിയിട്ടുള്ള സ്റ്റഡിയാണ് എന്തെന്ന് പറയുന്നത്, ജിയോ ക്രോണോളജി എന്ന് പറയുന്നത്. ഓക്കെ, നൗ ജിയോമോർഫോളജി. ജിയോ എന്ന് കേൾക്കുമ്പോഴേ എന്തോർമ്മ വരണം, ജിയോ എന്ന് കേൾക്കുമ്പോഴേ നമ്മൾക്ക് സംതിങ് റിലേറ്റഡ് ടു ലാൻഡ്. ഓക്കെ, അത് ഓർമ്മ വരണം കേട്ടോ. ഭൂമിയായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഓക്കെ ലാൻഡുമായിട്ട് ബന്ധപ്പെട്ട എന്തോ ഒരു കാര്യമാണ് എന്തെന്ന് പറയുന്നത്, ജിയോ എന്ന് പറയുന്ന വാക്ക് കേൾക്കുമ്പോഴേ ഓർമ്മ വരണ്ടേ. ഇനി മോർഫോളജി എന്ന് വെച്ചാൽ നോർമലി എന്താ, മോർഫോളജി പുറമേയുള്ള ആ ഒരു ഔട്ടർ സ്ട്രക്ചർ അല്ലെ ഔട്ടർ ഫീച്ചേഴ്സിനെ പറ്റിയിട്ടുള്ള പഠനമാണ് അല്ലേ മോർഫോളജി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നോക്കിയേ, ജിയോ ലാൻഡ് ഫോംസ് ആണ്. ഓക്കെ, ആൻഡ് ഈ ലാൻഡ് ഫോംസിൻ്റെ ഒറിജിൻ എങ്ങനെയാണ് എന്ന് പറയുന്ന സ്റ്റഡിയാണ് എന്ത്, ജിയോ മോർഫോളജി. ഓക്കെ, ജിയോ മോർഫോളജി എന്ന് വെച്ചാൽ എന്താ, ലാൻഡ് ഫോംസിൻ്റെ ഒറിജിൻ എങ്ങനെയാണ് എന്നുള്ള പഠനശാഖ. ഓക്കെ, അതിനെ പറ്റിയിട്ടുള്ള പഠിക്കുന്ന ശാഖയാണ് എന്ത്, ജിയോ മോർഫോളജി. ഓക്കെ, നൗ ജെറാട്ടോളജി. ഓക്കെ, ജെറാട്ടോളജി ഇസ് സ്റ്റഡി ഓഫ് ഡീകേ ആൻഡ് ഓക്കെ ഡെക്കഡൻസ്. ഓക്കെ, അപ്പം ഈ ഡീകേ നശിച്ചു പോകുന്നതിനെ പറ്റിയിട്ടുള്ള പഠനമാണ് എന്ത്, ജെറാട്ടോളജി. എങ്ങനെ ഓർത്തു വെക്കും, ജെറ എന്നുള്ള വാക്ക് നോക്കിയാൽ മതി കേട്ടോ. യെസ്, മലയാളത്തിൽ നമ്മൾ ജരാനരകൾ ബാധിച്ച് എന്നൊക്കെ പറയാറില്ലേ, ജരാനരകൾ ബാധിച്ച്. ഇനിയിപ്പോൾ അതിൻ്റെ മലയാളം എന്താണെന്ന് അറിയേണ്ടി വരും അല്ലേ. ജര എന്ന് വെച്ചാൽ ജരാനരകളൊക്കെ ഇങ്ങനെ നരയൊക്കെ ബാധിച്ച് ഇങ്ങനെ ഒന്നിനും കൊള്ളാതെ ഇങ്ങനെ അവശയായിരിക്കുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്, ജരാനരകൾ ബാധിച്ചെന്നൊക്കെ പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പം ഇവിടെ എന്താ പറയുന്നത്, ഡീകേ, അതായത് നശിച്ച് ഒക്കെ അങ്ങനെ നശിച്ചു പോകുന്നതിനെയാണ് ഡീകേ എന്ന് പറയുന്നത്. അപ്പം ജരാനരകൾ ബാധിച്ച് നശിച്ചു പോകുന്നത്, അത് തന്നെയാണ് എന്തെന്ന് പറയുന്നത്, ജെറാട്ടോളജി എന്ന് പറയുമ്പോഴേക്കും ഡീകേയിലേക്ക് നമ്മൾക്ക് ആ നശിച്ചു പോകുന്നത് വെച്ചിട്ട് റിലേറ്റ് ചെയ്യാം കേട്ടോ. ജെറാട്ടോളജി, ഡീകേ ചെയ്യുന്നത്. ഓക്കെ, യെസ്. നൗ ഓക്കെ, ജൈജാൻഡോളജി. ഓക്കെ, ജൈജാൻഡോളജി നമുക്ക് നമ്മുടെ വാക്കുകൾ കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്ന ഓക്കെ ചില വാക്കുകളുണ്ടല്ലേ, അതിൻ്റെ മീനിങ് മനസ്സിലാവുന്ന ചില വാക്കുകളുണ്ട്. അങ്ങനെ ഒരു വാക്കാണ് ജൈജാൻഡോളജി. ജൈജാൻഡോളജി ഇസ് ദ സ്റ്റഡി ഓഫ് ജൈൻസ്. ജൈൻസിനെ പറ്റിയിട്ടുള്ള പഠനമാണ് എന്ത്, ജൈജാൻഡോളജി. ഓക്കെ, ജൈൻസ് എന്ന് വെച്ചാൽ എന്താ, ഇങ്ങനെ ഭീമാകാരന്മാരായിട്ടുള്ള രൂപങ്ങളെയാണ് ജൈൻസ് എന്ന് പറയുന്നത്. അങ്ങനെ ജൈൻസിനെ പറ്റിയിട്ടുള്ള പഠനമാണ് എന്ത്, ജൈജാൻഡോളജി. നൗ ഗ്ലേഷ്യോളജിയും നമ്മുടെ ജൈജാൻഡോളജി പോലെ തന്നെ അതേപോലെ തന്നെ നമുക്ക് വാക്ക് കേൾക്കുമ്പോഴേ മനസ്സിലാവുന്ന അർത്ഥം മനസ്സിലാവുന്ന ഒരു വാക്കാണ്. ഗ്ലേഷ്യോളജി എന്ന് കേൾക്കുമ്പോഴേ നമുക്ക് എന്ത് മനസ്സിലാവും,
ഗ്ലേഷ്യർ അല്ലേ? ഓക്കെ, ഗ്ലേഷ്യോ എന്ന പദം കേൾക്കുമ്പോഴേ ഗ്ലേഷ്യർ ഓർമ്മ വരും. സോ അതിന്റെ മീനിങ് എന്താ? സ്റ്റഡി ഓഫ് ഐസ് ഏജസ് ആൻഡ് ഗ്ലേഷിയേഷൻ. ഓക്കെ, ഗ്ലേസിയേഷനെ പറ്റിയിട്ടും ഐസേജിനെ പറ്റിയിട്ടുള്ള പഠനമാണ് എന്തെന്ന് പറയുന്നത്? ഗ്ലേഷ്യോളജി. ഗ്ലേഷ്യോളജി. ഗ്ലേഷ്യർ എന്ന് കേൾക്കുമ്പോഴേ ഗ്ലേഷ്യോ എന്ന വാക്ക് കേൾക്കുമ്പോഴേ നമുക്ക് എന്ത് ഓർമ്മ വരും? ഗ്ലേഷ്യർ എന്ന വാക്ക് ഓർമ്മ വരും. അപ്പൊ എന്താണ്? ഗ്ലേസിയേഷനെ പറ്റിയിട്ടുള്ള പഠനമാണ് എന്ത്? ഗ്ലേഷ്യോളജി. ഓക്കെ, ആൻഡ് അവിടെ എന്തും കൂടെ വരും? ഗ്ലേഷിയേഷൻസ് ഒക്കെ നടക്കുന്നത് എവിടെയാ ശരിക്കും? ഐസേജ് ടൈമിലാണല്ലേ? ഓക്കെ, ഭയങ്കരമായിട്ട് ഈ ഐസൊക്കെ ഇങ്ങനെ ഗ്ലേഷ്യേഴ്സ് ആയിട്ട് ഇങ്ങനെ ഉണ്ടായിരുന്നത് എപ്പോഴാ? ഐസേജ് ടൈമിൽ. ഇപ്പോഴും ഉണ്ട്. എവിടെ? അന്റാർട്ടിക്ക ഏരിയയിലുണ്ടല്ലേ? ഓക്കെ, യെസ്. പക്ഷേ ഐസേജ് ഇങ്ങനെ കംപ്ലീറ്റ് ആയി നിന്ന ഒരു ടൈമിൽ എങ്ങനെയായിരുന്നു? ഇക്വേറ്റർ വരെയും എന്തുണ്ടായിരുന്നു? ഐസ് ഉണ്ടായിരുന്നു, അല്ലെ ഗ്ലേഷ്യേഴ്സ് ഉണ്ടായിരുന്നു. അപ്പൊ ഗ്ലേഷ്യർ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്തും കൂടെ അതിലേക്ക് വരും? ഐസേജും കൂടെ വരും. അത്ര ഓർത്താൽ മതി കേട്ടോ. ഗ്ലേഷ്യോ, ഗ്ലേഷ്യർ. ഓക്കെ, നൗ ഗ്ലോസോളജി. ഗ്ലോസോളജി എന്ന് വെച്ചാൽ എന്താ? ഗ്ലോസറി. നമ്മൾ ചെറുതായിരിക്കുന്ന സമയത്ത് നമ്മൾ ഇംഗ്ലീഷ് ഒക്കെ പഠിക്കുന്ന ടൈമിൽ ഇംഗ്ലീഷിന്റെ ഏറ്റവും ലാസ്റ്റ് പോർഷനിൽ ഗ്ലോസറി എന്ന് പറഞ്ഞിട്ട് ഒരു പേജ് ഉണ്ടായിരുന്നു നമുക്ക്. ഗ്ലോസറി എന്ന് പറഞ്ഞിട്ട് എന്താ ഗ്ലോസറിയിൽ ഉണ്ടായിരുന്നേ? നമുക്ക് അറിയാത്ത വാക്കുകളും ആ പുസ്തകത്തിൽ നമ്മുടെ ഇംഗ്ലീഷ് ടെക്സ്റ്റിൽ നമ്മൾക്ക് അറിയാത്ത വാക്കുകളും ആ വാക്കുകളുടെ മീനിങ്ങും ആയിരുന്നു എവിടെ ഉണ്ടായിരുന്നത്? ഗ്ലോസറി എന്ന് പറയുന്ന പോർഷനിൽ ഉണ്ടായിരുന്നത് അല്ലേ? ഓക്കെ, ആ ഗ്ലോസറി അത് വെച്ചിട്ട് ഓർത്ത് വെക്കുക കേട്ടോ. ഗ്ലോസറി മീൻസ് അല്ലെ ഗ്ലോസോളജി മീൻസ് സ്റ്റഡി ഓഫ് ലാംഗ്വേജ് ടങ്. ഓക്കെ, സ്റ്റഡി ഓഫ് ലാംഗ്വേജ് ടങ്. ലാംഗ്വേജ് ടങ്ങിനെ പറ്റിയിട്ടുള്ള ലാംഗ്വേജ് എന്നുള്ള ആ ഒരു സാധനം ഓർത്ത് വെക്കുക കേട്ടോ. ഗ്ലോസറി, ഗ്ലോസോ. ഓക്കെ, അത് വെച്ചിട്ട് എന്ത് ചെയ്യുക? ലാംഗ്വേജ് എന്ന് പറയുന്ന വാക്ക് ഓർത്ത് വെക്കുക. ഓക്കെ, യെസ്. നൗ ഗ്ലിപ്റ്റോളജി. ഗ്ലിപ്റ്റോളജി എന്ന് വെച്ചാൽ എന്താ? ഗ്ലിപ്റ്റോളജി ഇസ് ദ സ്റ്റഡി ഓഫ് ജെം എൻഗ്രേവിങ്സ്. ഓക്കെ, ജെം എൻഗ്രേവിങ്സ്. എൻഗ്രേവിങ്സ് എന്ന് വെച്ചാൽ എന്താ? എൻഗ്രേവിങ്സ് എന്ന് വെച്ചാൽ ഈ കൊത്തുപണിയൊക്കെ നടത്തിയതിനെയാണ് എൻഗ്രേവിങ്സ് എന്ന് പറയുന്നത്. ഇനി എന്തിലാ കൊത്തുപണി നടത്തിയത്? ജെംസിൽ. ഓക്കെ, ജെംസിലാണ് കൊത്തുപണികൾ നടത്തിയിട്ടുള്ളത്. അതായത് നമ്മുടെ മുത്തുകൾ പോലെയുള്ള സാധനത്തിലാണ് എന്ത് നടത്തിയിട്ടുള്ളത്? ഈ കൊത്തി എടുത്തിരിക്കുന്നത്. അതിനെയാണ് എന്തെന്ന് പറയുന്നത്? ജെം എൻഗ്രേവിങ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അതിന്റെ പേരാണ് എന്ത്? ഗ്ലിപ്റ്റോളജി. ഗ്ലിപ്റ്റോളജി. ഓക്കെ, ഗ്ലിപ്റ്റോളജി എന്ന് വെച്ചാൽ എന്താണ്? ജെം എൻഗ്രേവിങ്സ്. ജി ഉണ്ടാവത്തുള്ളൂ കേട്ടോ. ഗ്ലിപ്റ്റോളജി, ജി. അങ്ങനെ ഗ്ലിപ്റ്റോ എന്ന് കേൾക്കുമ്പോഴേ എന്ത് ഓർമ്മ വരണം? ജെം ആണ്. ഇനി ജെമ്മിൽ എന്താണ്? ജെമ്മിൽ എൻഗ്രേവ് ചെയ്തതാണ് എന്ത്? ഓക്കെ, ഗ്ലിപ്റ്റോളജി. അതിനെ പറ്റിയിട്ടുള്ള സ്റ്റഡിയാണ് ഗ്ലിപ്റ്റോളജി. നൗ നോസിയോളജി. നോസിയോളജി. നോ എന്ന പദമില്ലേ? ഓക്കെ, ഇവിടെ GNO ആണ് നമുക്കുള്ളത്. GNO ആണ് നമുക്ക് തന്നിരിക്കുന്നത്. ഓക്കെ, സ്പെല്ലിംഗ് നോക്കണം കേട്ടോ. നോസിയോളജിയുടെ സ്പെല്ലിംഗ് GNO ആണ്. ആൻഡ് ഇതിന്റെ സ്റ്റഡി, ഓക്കെ, ലോജി വരുമ്പോഴേ എന്തിൻ്റെയോ സ്റ്റഡിയാണ്. ആൻഡ് എന്തിൻ്റെ സ്റ്റഡിയാ? KNO, നോളജ്. ഓക്കെ, നോളജ്. ഓക്കെ, അപ്പം നോസോളജി നോക്കിയേ, നോസിയോളജി എന്ന് പറയുന്നത് GNO ആണ് വരുന്നത്. അപ്പൊ ഇതിന്റെ സ്റ്റഡി എന്തിന്റെ സ്റ്റഡിയാണ്? KNO എന്ന് പറയുന്ന നോളജിന്റെ സ്റ്റഡിയാണ്, അല്ലെങ്കിൽ അതിന്റെ ഫിലോസഫിയാണ് എന്തെന്ന് പറയുന്നത്? ഓക്കെ, നോസിയോളജി എന്ന് പറയുന്നത്. GNOയും KNOയും വെച്ചിട്ട് ഓർത്ത് വെക്കുക. നോസിയോളജി മീൻസ് ദി സ്റ്റഡി ഓഫ് നോളജ്. നോളജിനെ പറ്റിയിട്ടുള്ള, അറിവിനെ പറ്റിയിട്ടുള്ള പഠനശാഖയാണ് എന്ത്? നോസിയോളജി. ഓക്കെ, നൗ യെസ്, ഹാമറ്റിയോളജി. ഹാമറ്റിയോളജി. ഹാമറ്റിയോളജി എന്താ? സ്റ്റഡി ഓഫ് സിൻ. സ്റ്റഡി ഓഫ് സിൻ ആണ് ഹാമറ്റിയോളജി. ഓക്കെ, ഇനി ഇതെങ്ങനെ ഓർത്ത് വെക്കും? സിന്നും ഹാമറ്റി ആ പദവുമായിട്ട് നമ്മൾക്ക് കണക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടല്ലേ? ഹാമറ്റി എന്ന് പറയുന്ന അല്ലെങ്കിൽ ഹാമറ്റിയോ എന്ന് പറയുന്ന പദവും സിന്നുമായിട്ട് എങ്ങനെ കണക്ട് ചെയ്യും? നോക്കിയേ, ഈ ഹാമർ എന്ന് പറയുന്ന പദം എടുക്കാം. ഹാമർ. ഈ ഹാമറിന്റെ മീനിങ് എന്താ? HAMMER. ഹാമറിന്റെ മീനിങ് എന്താ? ചുറ്റികയല്ലേ? ചുറ്റിക. ഓക്കെ, സോ ചുറ്റിക എപ്പോഴാ? ഓക്കെ, സിൻ ചെയ്ത, അതായത് പാപം ചെയ്ത ചുറ്റിക വെച്ച് തലക്കടിക്കും. ഓക്കെ, പാപം ചെയ്ത ചുറ്റിക വെച്ച് തലക്കടിക്കും. സോ ഹാമറ്റിയോളജി എന്ന് പറയുന്നത് എന്താ? പാപമാണ്. ഹാമറ്റിയോളജി എന്ന് കേൾക്കുമ്പോഴേ ഹാമർ ഓർക്കുക. ഹാമർ എന്തിനാ യൂസ് ചെയ്യുന്നത്? പാപം ചെയ്ത തലക്കടിക്കാനാണ്. ഓക്കെ, നമ്മൾ ഹാമർ യൂസ് ചെയ്യുന്നത്, അതായത് ചുറ്റിക യൂസ് ചെയ്യുന്നത്.
ഓക്കെ, അപ്പൊ എന്താണ് അവിടെ നിന്ന് എന്തോർക്കുക, സിൻ ഓർക്കുക, സ്റ്റഡി ഓഫ് സിൻ, അതാണ് ഹാമറ്റിയോളജി. ഓക്കെ, ഹാമറ്റിയോളജി. നൗ ഹെൽക്കോളജി. ഹെൽക്കോളജി എന്ന് വെച്ചാൽ എന്താ? ഹെൽക്കോളജി ഇസ് ദ സ്റ്റഡി ഓഫ് അൾസർ. അൾസറിനെ പറ്റിയിട്ടുള്ള പഠനമാണ് എന്ത്? ഹെൽക്കോളജി. ഹെൽക്കോളജി എന്ന് പറയുന്നത് എന്താ? അൾസറിനെ പറ്റിയിട്ടുള്ള പഠനമാണ്. ഓക്കെ, അൾസർ എന്ന് വെച്ചാൽ എന്താ? നമ്മൾക്ക് നോർമലി അൾസർ എന്ന് പറയുന്നത് നമ്മൾ വയറ്റിൽ വരുന്ന ആ ഒരു അസുഖത്തെ മാത്രമാണ് അൾസർ എന്ന് പറയുന്നത്. പക്ഷെ മൗത്ത് അൾസർ ഉണ്ട്, നമുക്ക് അങ്ങനെ പുണ്ണ് പോലെ വരുന്നതിനെയൊക്കെ എന്തെന്നാ പറയുന്നത്? അൾസർ എന്നാണ് പറയുന്നത്. ഓക്കെ, അതിൻ്റെ പേരെന്താ? അതിൻ്റെ സ്റ്റഡിയുടെ പേരെന്താ? ഹെൽക്കോളജി. ഹെൽക്കോളജി ആണ് അതിൻ്റെ സ്റ്റഡിയുടെ പേര്. ഓക്കെ, നൗ നോട്ടോബയോളജി. നോട്ടോബയോളജി. നോട്ടോബയോളജി അവിടെ GNO ആണ് കേട്ടോ വന്നിരിക്കുന്നത്. ഓക്കെ, യെസ്, GNO. നോട്ടോബയോളജി എന്താണ്? സ്റ്റഡി ഓഫ് ലൈഫ് ഇൻ ജേം ഫ്രീ കണ്ടീഷൻ. ഓക്കെ, സ്റ്റഡി ഓഫ് ലൈഫ് ഇൻ ജേം ഫ്രീ കണ്ടീഷൻ. ജേം ഫ്രീ കണ്ടീഷനിലുള്ള സ്റ്റഡീനെ ലൈഫിനെ പറ്റിയിട്ടുള്ള പഠനമാണ് എന്തിൽ വരുന്നത്? നോട്ടോബയോളജി. ബയോ എന്ന വാക്ക് കേൾക്കുമ്പോഴേ നമുക്ക് എന്ത് ഓർമ്മ വരണം? സംതിങ് റിലേറ്റഡ് ടു ലൈഫ്. ഓക്കെ, ജീവനുമായിട്ട് അല്ലെങ്കിൽ ജീവികളുമായിട്ട് ബന്ധപ്പെട്ട എന്തോ ഒരു വാക്കാണ് എന്ത്? ബയോളജി എന്ന് പറയുന്ന വാക്കിൽ വരുന്നത്. ഓക്കെ, ഇനി ബയോളജി വന്നില്ലേ, നോട്ടോ വന്നല്ലേ? നോട്ട്, ഇതിൽ നിന്ന് നമ്മൾ എന്തെടുക്കാം? നോട്ട് മാത്രം എടുക്കാം. ഓക്കെ, ഇതിൽ നിന്ന് നമ്മൾ നോട്ടിനെ മാത്രം എടുക്കാം. ഓക്കെ, നോട്ട് എന്ന് വെച്ചാൽ എന്താ? പാടില്ലാത്തതല്ലേ? പാടില്ലാത്തത്. എവിടെയാണ് ലൈഫ് പാടില്ലാത്തത്? ജേംസ് ഉള്ള കണ്ടീഷനിൽ ലൈഫ് പാടില്ല. ഓക്കെ, പാടില്ല എന്ന് വെച്ചാൽ സിങ് ചെയ്യില്ല എന്നല്ല കേട്ടോ. ഓക്കെ, ലൈഫ് അവിടെ അത്ര സൂപ്പർ ആയിട്ടൊന്നും ഇരിക്കത്തില്ല. ജേംസ് ഉണ്ടെങ്കിൽ ജേംസ് ഇങ്ങനെ ആക്രമിച്ചുകൊണ്ടിരിക്കില്ലേ, അപ്പൊ എന്ത് ചെയ്യില്ല? ലൈഫ് അത്ര സുഗമമായിട്ടൊന്നും പോകത്തില്ല. സോ എന്ത് വേണം? ഓക്കെ, ബയോളജി പ്രോപ്പർ ആവണമെങ്കിൽ, ലിവിങ് കണ്ടീഷൻ പ്രോപ്പർ ആവണമെങ്കിൽ അവിടെ ജേംസ് ഇല്ലാത്ത അവസ്ഥ വരണം. അപ്പൊ എന്താണ്? സ്റ്റഡി ഓഫ് ലൈഫ് ഇൻ ജേം ഫ്രീ കണ്ടീഷൻസ്. ജേംസ് ഇല്ലാത്ത അവസ്ഥയിലുള്ള ലൈഫിനെ പറ്റിയിട്ടുള്ള പഠനമാണ് എന്ത്? നോട്ടോബയോളജി. ഓക്കെ, നൗ ഗ്രാമിനോളജി. ഗ്രാമിനോളജി ഇസ് ദ സ്റ്റഡി ഓഫ് ഗ്രാസസ്. ഗ്രാസസിനെ പറ്റിയിട്ടുള്ള പഠനമാണ് എന്ത്? ഗ്രാമിനോളജി. ഗ്രാമിനോളജി എന്ന് വെച്ചാൽ സ്റ്റഡി ഓഫ് ഗ്രാസസ്. ജി വെച്ചിട്ട് ഓർത്ത് വെക്കുക കേട്ടോ. ജി വെച്ചിട്ട് ഓർത്ത് വെക്കുക. സ്റ്റഡി ഓഫ് ഗ്രാസസ്. ഗ്രാസസിനെ പറ്റിയിട്ടുള്ള പഠനമാണ് എന്ത്? ഗ്രാമിനോളജി. കണ്ടോ, GRA ഒരേപോലെ പോകുന്നതാണ്. അങ്ങനെ നോക്കിയാൽ മതി. GRA ഗ്രാമിനോളജിയിലുണ്ട്, അതിൻ്റെ പാരലായിട്ട് സ്റ്റഡി എന്താണ്? GRA വരുന്നത് ഗ്രാസസ്. ഓക്കെ, നൗ ഗ്രാമറ്റോളജി. ഓക്കെ, ഗ്രാമറ്റോളജി. ഗ്രാമറ്റോളജി. ഓക്കെ, GRAMMA കേൾക്കുമ്പോഴേ നമുക്ക് എന്ത് ഓർമ്മ വരും? ഗ്രാമർ ഓർമ്മ വരും. GRAMMA എന്ന് കേൾക്കുമ്പോഴേ അതിൻ്റെ പുറകിൽ ഒരു ആറും കൂടി ഇട്ട എന്ത് വന്നു? ഗ്രാമർ വന്നു അല്ലേ? ഗ്രാമർ എപ്പോഴാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? റൈറ്റ് ചെയ്യുന്ന ടൈമിലാണ് നമ്മൾ. ഓക്കെ, സ്പീക്ക് ചെയ്യുന്ന ടൈമിൽ നമുക്ക് അത്രയും പ്രശ്നമുണ്ടോ? സ്പോക്കൺ ലാംഗ്വേജിൽ ഗ്രാമറിന്റെ പ്രശ്നമുണ്ടോ? ഇല്ല അല്ലേ? റൈറ്റ് ചെയ്യുന്ന ടൈമിലാണ് നമ്മൾക്ക് എന്ത് വേണ്ടത്? ഗ്രാമർ കുറച്ചും കൂടെ നന്നായിട്ട് വേണ്ടത്. കാരണം ഫോമൽ ലാംഗ്വേജ് ആണ്. ഓക്കെ, അപ്പൊ എന്താണ്? സ്റ്റഡി ഓഫ് സിസ്റ്റംസ് ഓഫ് റൈറ്റിംഗ് ആണ് എന്ത്? ഗ്രാമറ്റോളജി എന്ന് പറയുന്നത്. ഗ്രാമറ്റോളജി. ഗ്രാമ എന്ന് കേൾക്കുമ്പോഴേ എന്ത് ഓർമ്മ വരണം? ഗ്രാമർ ഓർമ്മ വരണം. ആൻഡ് ഗ്രാമർ എപ്പോഴാണ് ആവശ്യമുള്ളത്? റൈറ്റിംഗിന്റെ ടൈമിൽ മാത്രമാണ് നമ്മൾക്ക് എന്ത് ആവശ്യമുള്ളത്? ഗ്രാമർ ആവശ്യമുള്ളത്. ഓക്കെ, SSC സ്റ്റുഡൻസ് ആയ നമ്മളെ സംബന്ധിച്ച് നമുക്ക് എക്സാമിന്റെ ടൈമിൽ ഗ്രാമർ ആവശ്യമുണ്ടല്ലേ? ഓക്കെ, പക്ഷെ നോർമൽ ഇംഗ്ലീഷിൽ നമ്മൾക്ക് സ്പീക്കിങ്ങിന്റെ ടൈമിൽ അല്ലെങ്കിൽ സ്പോക്കൺ ഇംഗ്ലീഷിൽ ഗ്രാമർ വേണ്ട. പകരം എപ്പോൾ മതി? റൈറ്റിംഗിന്റെ ടൈമിൽ, ഒഫീഷ്യൽ നീഡ്സിന്റെ ടൈമിൽ മാത്രം മതി നമ്മൾക്ക് എന്ത്? ഗ്രാമർ. അപ്പം ഗ്രാമർ എപ്പോഴാണ് വേണ്ടത്? റൈറ്റ് ചെയ്യുന്ന ടൈമിൽ. സോ സ്റ്റഡി ഓഫ് സിസ്റ്റംസ് ഓഫ് റൈറ്റിംഗ് ആണ് എന്ത്? ഗ്രാമറ്റോളജി. ഓക്കെ, നൗ ഹീലിയോളജി. ഹീലിയോളജി ഇസ് ദ സ്റ്റഡി ഓഫ് സൺ. ഓക്കെ, സയൻസ് ഓഫ് സൺ. സൂര്യനെ പറ്റിയിട്ടുള്ള പഠനമാണ് അല്ലെങ്കിൽ സൂര്യനെ പറ്റിയിട്ടുള്ള ശാസ്ത്രമാണ് എന്ത്? ഹീലിയോളജി എന്ന് പറയുന്നത്.
ഓക്കെ, നമ്മുടെ കോപ്പർനിക്കസ്, ഗലീലിയോ ഒക്കെ വരുന്നതിന് മുമ്പ് കോപ്പർനിക്കസിന്റെ ഒക്കെ കാലത്ത് ഓക്കെ എന്തായിരുന്നു പറഞ്ഞിരുന്നത്? ജിയോസെൻട്രിക് തിയറി ആയിരുന്നു പറഞ്ഞിരുന്നത്. ഓക്കെ, അവിടുന്ന് എന്താണ് ജിയോസെൻട്രിക് തിയറി അല്ല ഹീലിയോസെൻട്രിക് തിയറിയാണ് ശരിക്കും ഉള്ളത് എന്നൊക്കെ പറഞ്ഞ് ഓക്കെ അപവാദമൊക്കെ ഏറ്റുവാങ്ങിയ ആളാണ് ആര്? കോപ്പർനിക്കസ് അല്ലേ? ഓക്കെ, സോ ഹീലിയോ എന്ന പദം, ഹീലിയോസെൻട്രിക് എന്ന് വെച്ചാൽ എന്താ? സൂര്യനാണ് സോളാർ സിസ്റ്റത്തിന്റെ നടുവിൽ. അതാണ് ഹീലിയോസെൻട്രിക് എന്ന് ഓക്കെ ആ ഒരു കോൺസെപ്റ്റിന്റെ അർത്ഥം. ഓക്കെ, അപ്പൊ അതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലായി? ഹീലിയോ എന്ന വാക്ക് സണ്ണിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ്. ഓക്കെ, ഹീലിയോ എന്ന വാക്ക് സണ്ണിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ്. സോ ഹീലിയോളജി എന്ന് പറഞ്ഞാൽ എന്താണ്? സണ്ണിനെ പറ്റിയിട്ടുള്ള പഠനമാണ്. ഓക്കെ, ഹീലിയോളജി എന്ന് വെച്ചാൽ സണ്ണിനെ പറ്റിയിട്ടുള്ള പഠനമാണ്. നൗ യെസ്, ഹെലീസിയോളജി, ഓക്കെ, ഹീലിയോസെസ്മോളജി. ഓക്കെ, ഹീലിയോസെസ്മോളജി. സെസ്മോളജി നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം. സെസ്മോളജി ഓക്കെ, സെസ്മോളജി എപ്പോഴാണ് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്താ സെസ്മോളജി എന്ന് പറയുന്നത്? എർത്ത് ക്വിക്സിനെ പറ്റിയിട്ടുള്ള പഠനമാണ് അല്ലേ സെസ്മോളജി എന്ന് പറയുന്നത്. എർത്ത് ക്വിക്സിനെ പറ്റിയിട്ടുള്ള പഠനമാണ് എന്ത്? സെസ്മോളജി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം എർത്ത് ക്വിക്സ് എന്ന് വെച്ചാൽ എന്താ? ആ സെസ്മിക് വേവ്സ് വരുമ്പോഴാണ് എർത്ത് ക്വിക്സ് ഉണ്ടാവുന്നത്. ഓക്കെ, സെസ്മിക് വേവ്സ് വരുമ്പോഴാണ് എർത്ത് ക്വിക്സ് ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പോൾ ബേസിക്കലി സെസ്മോളജി എന്ന് പറയുന്നത് സെസ്മിക് വേവ്സ് ക്രിയേറ്റ് ചെയ്യുന്ന ആ ഒരു ഭൂചലനമാണ് എന്തെന്ന് പറയുന്നത്? ഓക്കെ, എർത്ത് ക്വിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ സെസ്മോളജി എന്ന് കേൾക്കുമ്പോഴേ ആ വേവ്സ് ഓർമ്മ വരിക. ഓക്കെ, ഇനി നോക്കിയേ, ഹീലിയോസെസ്മോളജി ആണ് നമ്മുടെ പദം. അപ്പൊ ഹീലിയോ എന്ന വാക്ക് എന്തിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? സണ്ണിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ അർത്ഥം എന്താ? സ്റ്റഡി ഓഫ് സൺസ് ഇന്റീരിയർ ഓസിലേഷൻസ്. കണ്ടോ, ഹീലിയോ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ഓക്കെ, ഹീലിയോ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ഓക്കെ, ഹീലിയോ എന്ന വാക്കിന്റെ അർത്ഥം സൺ ആണ്. ആൻഡ് സണ്ണിനെ അകത്തുള്ള വേവ്സിനെ പറ്റിയിട്ടുള്ള പഠനമാണ് എന്തെന്ന് പറയുന്നത്? ഓക്കെ, സണ്ണിന്റെ അകത്തുള്ള വേവ്സിനെ പറ്റിയിട്ടുള്ള പഠനമാണ് എന്തെന്ന് പറയുന്നത്? ഹീലിയോസെസ്മോളജി. ഓക്കെ, ഓസിലേഷൻസ് എന്ന് വെച്ചാൽ എന്താ? ബേസിക്കലി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതിനെയാണ് ഓസിലേഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾക്ക് എന്തായിട്ട് കൺസിഡർ ചെയ്യാം? വേവ്സ് ആയിട്ട് അതിനെ തൽക്കാലം കൺസിഡർ ചെയ്യാം കേട്ടോ. ഓക്കെ, യെസ്, ഓസിലേഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പോകുന്നതിനെയാണ് ഓസിലേഷൻസ് എന്ന് പറയുന്നത്. ഈ ടു ആൻഡ് ഫ്രോ മോഷനിൽ വരുന്ന സാധനം കേട്ടോ. ഓക്കെ, സോ സണ്ണിന്റെ ഉള്ളിൽ ഉണ്ടാകുന്ന ഓസിലേഷൻസിനെ പറ്റിയിട്ടുള്ള പഠനമാണ് എന്തെന്ന് പറയുന്നത്? ഹീലിയോസെസ്മോളജി എന്ന് പറയുന്നത്. ഓക്കെ, നൗ ഓക്കെ, ഹെൽമിന്തോളജി. ഹെൽമിന്തോളജി ഇസ് ദ സ്റ്റഡി ഓഫ് വേംസ്. വേംസിനെ പറ്റിയിട്ടുള്ള പഠനമാണ് എന്ത്? ഹെൽമിന്തോളജി. ഓക്കെ, ഒരുപാട് പേർക്ക് ഫോബിയ അല്ലെങ്കിൽ ഒരുപാട് പേർക്ക് ഫിയർ ഉള്ള ഒരു ഫാക്ടറാണ് വേംസ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ പുഴുവിനെ കാണുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള സാധനങ്ങളെ കാണുമ്പോൾ നമുക്ക് ഒരു തരം ഇറിറ്റേഷൻ ഉണ്ടാകുന്ന ഒത്തിരി ആളുകളുണ്ട്. സോ അങ്ങനെ വരുന്ന വേംസിനെ പറ്റിയിട്ടുള്ള പഠനമാണ് എന്ത്? ഹെൽമിന്തോളജി. ഹെൽമിന്തോളജി. ഓക്കെ, വേംസ് ആലോചിച്ച് നോക്കിയേ, നമ്മുടെ ഹെൽത്തിന് ആക്ച്വലി നല്ലതാണോ? ഇപ്പൊ അലർജി ഉള്ള ഒരാളെ സംബന്ധിച്ച് നല്ലതാണോ വേംസ് എന്ന് പറയുന്നത്? അല്ല അല്ലെ, പുഴുവൊക്കെ കയറി കഴിഞ്ഞാൽ അപ്പോഴേ ചൊറിഞ്ഞ് തടിക്കും അല്ലേ? യെസ്, അപ്പൊ ഹെൽത്തിന് നല്ലതല്ലാത്തത് വേംസ്. ഹെൽമിന്തോളജി. ഓക്കെ, ഹെൽത്തിന് നല്ലതല്ലാത്ത വേംസിനെ പറ്റിയിട്ടുള്ള പഠനമാണ് എന്ത്? ഹെൽമിന്തോളജി. ഓക്കെ, നൗ ഹെമറ്റോളജി. ഹെമറ്റോളജി എന്താണ്? സ്റ്റഡി ഓഫ് ബ്ലഡ്. ബ്ലഡിനെ പറ്റിയിട്ടുള്ള പഠനമാണ് എന്ത്? ഹെമറ്റോളജി. ഹെമറ്റോളജി എന്ന് വെച്ചാൽ എന്താണ്? സ്റ്റഡി ഓഫ് ബ്ലഡ്. നമ്മുടെ രക്തത്തെ പറ്റിയിട്ടുള്ള പഠനമാണ് എന്തെന്ന് പറയുന്നത്? ഹെമറ്റോളജി എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് സീരീസിൽ നമ്മൾ ഓക്കെ ആൻജിയോളജി എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടുണ്ട്. ആൻജിയോ എന്ന വാക്ക് കേൾക്കുമ്പോഴേ ബ്ലഡ് ഓർമ്മ വരണം എന്നൊക്കെ ആ ഫസ്റ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻജിയോ എന്തായിരുന്നു? നമ്മുടെ ബ്ലഡ് വെസൽസ് അല്ലെ ബ്ലഡ് ഫ്ലോ ആണ് ആൻജിയോ എന്ന പദം റെപ്രസെന്റ് ചെയ്യുന്നത്. ഇവിടെ എന്താണ്? ഹേമറ്റോ. ഹേമറ്റോ എന്ന് പറയുമ്പോഴേക്ക് എന്ത് വന്നു? ബ്ലഡ് വന്നു. ഓക്കെ, അവിടെ ബ്ലഡ് ഫ്ലോ ആണ്, ഇവിടെ ബ്ലഡ് ആണ്. ഓക്കെ, നൗ ഹെറട്ടോളജി. Okay, heritology. Heritology is the study of religious feast.
റിലീജിയസ് ഫീസ്റ്റിനെ പറ്റിയിട്ടുള്ള പഠനമാണ് എന്തെന്ന് പറയുന്നത് ഹീററ്റോളജി. ഓക്കെ, നമുക്കിപ്പോൾ റിലീജിയസ് ഫീസ്റ്റ് എന്ന് പറയുവാണെങ്കിൽ ക്രിസ്മസ് ഉണ്ട്. ഓക്കെ, ക്രിസ്ത്യൻസിനെ സംബന്ധിച്ച് ക്രിസ്മസ് ഉണ്ട്, ദെൻ ഈസ്റ്റർ ഉണ്ട്, ആൻഡ് ഹിന്ദുസിനെ സംബന്ധിച്ച് വിഷു ഉണ്ട്. ഓണം ഒരിക്കലും നമുക്ക് ഹിന്ദുസിന് കൊടുക്കാൻ പറ്റില്ല അല്ലേ? യെസ്, അത് കേരളീയരുടെ മുഴുവനും ദേശീയ ഉത്സവമാണ് ഓണം. ഓക്കെ, അപ്പോൾ അവർക്ക് വിഷു ഉണ്ട്. ഇപ്പോൾ മുസ്ലിംസിനാണെങ്കിൽ പെരുന്നാൾ, ചെറിയ പെരുന്നാളുണ്ട്, വലിയ പെരുന്നാളുണ്ട്. ഓക്കെ, അങ്ങനെ ഓരോ റിലീജിയസ് ഫീസ്റ്റിനെ പറ്റിയിട്ടുള്ള പഠനമാണ് എന്ത് ഹീററ്റോളജി. ഓക്കെ, ഹീററ്റോളജി അതാണ് എന്ത് റിലീജിയസ് വ്യൂസ് അല്ലെങ്കിൽ റിലീജിയസ് ഫീസ്റ്റിനെ പറ്റിയിട്ടുള്ള പഠനമാണ് ഹീററ്റോളജി. ഓക്കെ, നൗ ഹെപ്പറ്റോളജി. ഓക്കെ, ഹെപ്പറ്റോളജി ഹെപ്പറ്റോ എന്നൊക്കെ പറയുന്ന പദം കേൾക്കുമ്പോഴേ നമ്മൾക്ക് എന്ത് ഓർമ്മ വരണം? ഹെപ്പറ്റൈറ്റിസ് ഒക്കെ ഓർമ്മ വരാം. ഓക്കെ, ഹെപ്പറ്റൈറ്റിസ് എന്തിനെ ബാധിക്കുന്നതാണ്? ഹെപ്പറ്റൈറ്റിസ് ലിവറിനെ ബാധിക്കുന്ന രോഗമാണ് അല്ലേ? യെസ്, മഞ്ഞപ്പിത്തം എന്തിനെ ബാധിക്കുന്നത്? ലിവറിനെയാണ് ബാധിക്കുന്നത്. ഹെപ്പറ്റൈറ്റിസ് ലിവറിനെ ബാധിക്കുന്ന അസുഖമാണ്. സോ ഹെപ്പറ്റോളജി എന്താണ്? ലിവറിനെ പറ്റിയിട്ടുള്ള പഠനമാണ്. ഓക്കെ, ഹെപ്പറ്റൈറ്റിസ് ലിവറിനെ ബാധിക്കുന്ന അസുഖം ആയതുകൊണ്ട് തന്നെ ഹെപ്പറ്റോളജി എന്താണ്? ലിവറിനെ പറ്റിയിട്ടുള്ള പഠനമാണ്. ഓക്കെ, ഹെപ്പറ്റോളജി ഇസ് ദി സ്റ്റഡി ഓഫ് ലിവർ. ലിവറിനെ പറ്റിയിട്ടുള്ള പഠനമാണ് ഹെപ്പറ്റോളജി. നൗ ഹെർപ്പറ്റോളജി. ഓക്കെ, ഹെർപ്പറ്റോളജി നമ്മൾ നേരത്തെ കണ്ട എന്താ? ഹെപ്പറ്റോളജി. ഇതെന്താ? ഹെർപ്പറ്റോളജി. ഹെർപ്പറ്റോളജി എന്താ? സ്റ്റഡി ഓഫ് റെപ്റ്റൈൽസ് ആൻഡ് ആംഫിബിയൻസ്. ആംഫിബിയൻസിനെയും റെപ്റ്റൈൽസിനെയും പറ്റിയിട്ടുള്ള പഠനമാണ് എന്ത്? ഹെർപ്പറ്റോളജി. ഹെപ്പറ്റോളജി അല്ല, അതിനിടയിൽ ആര് വന്നിട്ടുണ്ട്? ഒരു ആറ് വന്നിട്ടുണ്ട്. ഓക്കെ, കണ്ടോ? ഹെപ്പറ്റോളജി, ദിസ് ഇസ് ഹെർപ്പറ്റോളജി. ഓക്കെ, സ്പെല്ലിങ്ങിന് ചെറിയ ചേഞ്ച് ഉണ്ട്. ഇവിടെ ഒരു ആർ എക്സ്ട്രാ വന്നിട്ടുണ്ട്. യെസ്, ഇവിടെ നോക്കിയാൽ നമുക്കൊരു ആർ എക്സ്ട്രാ കാണാം. ഇവിടെ PE അല്ല, ഹെപ്പറ്റോളജി ആണെങ്കിൽ PA ആണ്. ഓക്കെ, യെസ്. ഹെർപ്പറ്റോളജി എന്ന് വെച്ചാൽ എന്താണ്? സ്റ്റഡി ഓഫ് റെപ്റ്റൈൽസ് ആൻഡ് ആംഫിബിയൻസ്. ഓക്കെ, യെസ്. റെപ്റ്റൈൽസ് എന്ന് വെച്ചാൽ എന്താ? എഴുജന്തുക്കൾ അല്ലേ? ആംഫിബിയൻസോ നമ്മുടെ തവളയെ പോലെ, ഓക്കെ, അല്ലെങ്കിൽ മുതലയെ പോലെ വെള്ളത്തിലും കരയിലും ജീവിക്കുന്ന ജീവികളാണ് എന്ത്? ആംഫിബിയൻസ്. അങ്ങനെ റെപ്റ്റൈൽസിനെയും ആംഫിബിയൻസിനെയും പറ്റിയിട്ടുള്ള പഠനമാണ് എന്ത്? ഹെർപ്പറ്റോളജി. ഹെർപ്പറ്റോളജി. ഓക്കെ, യെസ്. നൗ ഹിപ്പോളജി. ഹിപ്പോളജി ഇസ് ദി സ്റ്റഡി ഓഫ് ഹിപ്പോയല്ല, ഹിപ്പോയെ പറ്റിയിട്ടുള്ള പഠനമല്ല എന്ത്? ഹിപ്പോളജി. ഹിപ്പോളജി എന്ന് വെച്ചാൽ ഹോഴ്സസിനെ പറ്റിയിട്ടുള്ള പഠനമാണ്. ഓക്കെ, കുതിരകളെ പറ്റിയിട്ടുള്ള പഠനമാണ് എന്ത്? ഹിപ്പോളജി. ഓക്കെ, ഹിപ്പോ എന്ന് പറയുന്ന പദം ഓർത്ത് വെക്കുക കേട്ടോ. ഹിപ്പോപ്പൊട്ടാംസ് അല്ല. ഹിപ്പോ എന്ന് കേൾക്കുമ്പോൾ എന്തോർക്കുക? ഹോഴ്സസിനെ ഓർക്കുക. ഓക്കെ, ഹിപ്പോ എന്ന് പറയുന്ന കേൾക്കുമ്പോഴേ ഹോഴ്സസിനെ ഓർക്കുക. ഹോഴ്സസിനെ പറ്റിയിട്ടുള്ള പഠനമാണ് എന്ത്? ഹിപ്പോളജി. ഓക്കെ, നൗ ഹിസ്റ്റോപാത്തോളജി. ഹിസ്റ്റോപാത്തോളജി. പാത്തോളജി എന്ന് വെച്ചാൽ തന്നെ എന്താ? സ്റ്റഡി ഓഫ് ജംസ് അല്ലെങ്കിൽ ഡിസീസസ് അല്ലേ? ഓക്കെ, ആ ഡിസീസസിനെ ക്രിയേറ്റ് ചെയ്യുന്ന ജംസ് എന്താണോ അതിനെ പറ്റിയിട്ടുള്ള പഠനമാണ് ശരിക്കും എന്ത്? പാത്തോളജി എന്ന് പറയുന്നത്. ആൻഡ് നമുക്കിവിടെ പാത്തോളജി മാത്രമല്ല ഉള്ളത്, എന്തുകൂടെ ഉണ്ട്? ഹിസ്റ്റോയും കൂടെ ഉണ്ട്. ഓക്കെ, ഹിസ്റ്റോയും കൂടെ ഉണ്ട്. അപ്പൊ എന്താ ഇത്? കണ്ടോ? സ്റ്റഡി ഓഫ് ഡിസീസസ് ആണ്. ഓക്കെ, റിലേറ്റഡ് ടു ടിഷ്യൂ ചേഞ്ചസ്. ഓക്കെ, ഹിസ്റ്റോപാത്തോളജി എന്നാണ് നമ്മുടെ പദം. പാത്തോളജി എന്ന് വെച്ചാൽ എന്താണ്? പാത്തോളജി എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റഡി ഓഫ് ഡിസീസസ് അല്ലെങ്കിൽ ഡിസീസസ് ക്രിയേറ്റ് ചെയ്യുന്ന ജംസ്. ഓക്കെ, ഇനി ഹിസ്റ്റോ എന്ന് വെച്ചാൽ എന്താണ്? ഹിസ്റ്റോ എന്ന് പറയുന്ന ഒരു പദം നമ്മൾക്ക് ഇവിടെ എക്സ്ട്രാ ഉള്ളതുകൊണ്ട് ഡെഫിനറ്റ്ലി പാത്തോ എന്ന് കേൾക്കുമ്പോഴേ ഡിസീസസുമായിട്ട് റിലേറ്റ് ചെയ്ത എന്തോ ആണ്. ഓക്കെ, ഇനി ഹിസ്റ്റോ അവിടെ എക്സ്ട്രാ ഉള്ളതുകൊണ്ട് നമ്മൾക്ക് എന്ത് വരണം? ദിസ് ഇസ് റിലേറ്റഡ് ടു ടിഷ്യൂ ചേഞ്ചസ്. ടിഷ്യൂ ചേഞ്ചസുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഡിസീസസിനെ പറ്റിയിട്ടുള്ള പഠനമാണ് എന്ത്? ഹിസ്റ്റോപാത്തോളജി. ഓക്കെ, ഡിസീസസുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ടിഷ്യൂ ചേഞ്ചസുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഡിസീസസിനെ പറ്റിയിട്ടുള്ള പഠനമാണ് എന്ത്? ഹിസ്റ്റോപാത്തോളജി. പാത്തോ എന്ന് കേൾക്കുമ്പോൾ എന്ത് ഓർമ്മ വരിക? ഡിസീസസ് ഓർമ്മ വരണം. ആൻഡ് ഹിസ്റ്റോ എന്താണ്? ടിഷ്യൂ. ഓക്കെ, ഹിസ്റ്റോ ടിഷ്യൂ. നൗ ഓക്കെ, ഹിസ്ട്രിയോളജി. ഓക്കെ, ഹിസ്ട്രിയോളജി നമ്മുടെ ജൈസാൻഡോളജി പോലെ തന്നെ നമുക്ക് ഈ പദം കേൾക്കുമ്പോഴേ അല്ലെങ്കിൽ ആ വേർഡ് കേൾക്കുമ്പോഴേ എന്ത് ഓർമ്മ വരണം?
ഹിസ്റ്ററിയോ എന്ന് കേൾക്കുമ്പോഴേ നമ്മൾക്ക് എന്ത് ഓർമ്മ വരാം? ഹിസ്റ്ററി ഓർമ്മ വരാം. ഓക്കെ, ഹിസ്റ്ററിയോ എന്ന പദം കേൾക്കുമ്പോഴേ അല്ലെങ്കിൽ വാക്ക് കേൾക്കുമ്പോഴേ നമുക്ക് എന്ത് ഓർമ്മ വരണം? ഹിസ്റ്ററി ഓർമ്മ വരണം. ഓക്കെ, ഹിസ്റ്ററി ഓർമ്മ വരണം. സോ ഹിസ്റ്ററിയോളജി എന്ന് വെച്ചാൽ എന്താണ്? സ്റ്റഡി ഓഫ് ഹിസ്റ്ററി. ചരിത്രത്തെ പറ്റിയിട്ടുള്ള പഠനമാണ് എന്ത് ഹിസ്റ്ററിയോളജി. ഓക്കെ, നൗ ഹോപ്പോളജി. Hopology is the study of Hopology is the study of weapons. വെപ്പൺസിനെ പറ്റിയിട്ടുള്ള പഠനമാണ് എന്ത്? ഹോപ്ലോളജി. ഓക്കെ, ഹോപ്ലോളജി എന്ന് വെച്ചാൽ എന്താണ്? സ്റ്റഡി ഓഫ് വെപ്പൺസ്. ഇനി നോക്കിയേ, ഹോപ്ലോ എന്ന് പറയുന്ന പദത്തിൽ നമ്മൾക്ക് എന്തെടുക്കാം? ഹോപ്പ് എടുക്കാം. ഓക്കെ, ഹോപ്പ് എടുക്കാം. ഇപ്പം നമുക്ക് അഡ്വാൻസ്ഡ് വെപ്പൺസ് നമ്മുടെ കയ്യിലുണ്ടാവുന്ന സമയത്ത് നമ്മൾ യുദ്ധം ജയിക്കുമെന്ന് നമ്മൾക്കൊരു വല്ലാത്ത ഹോപ്പില്ലേ? ഓക്കെ, ആ ഹോപ്പാണ് ഈ ഹോപ്ലോ കേട്ടോ. ഓക്കെ, ഹോപ്ലോ. യെസ്, അതായത് ഹോപ്പ് എടുക്കുക. ഹോപ്ലോ എന്ന് കേൾക്കുമ്പോഴേ ഹോപ്പ് ഓർമ്മ വരിക. ആൻഡ് എന്തിനുള്ള ഹോപ്പാണ്? നമ്മുടെ കയ്യിലുള്ള അഡ്വാൻസ്ഡ് വെപ്പൺസ് വെച്ച് നമ്മൾക്ക് നമ്മുടെ എതിരാളിയെ തുരത്താം അല്ലെങ്കിൽ പരാജയപ്പെടുത്താം എന്നുള്ള നമ്മുടെ ഹോപ്പാണ് ഹോപ്ലോ. Weapons. Okay, study of weapons. Now horology. Horology എന്താ? Science of time measurement. നമ്മുടെ ഹോറോ എന്ന് പറയുന്ന പദം എന്താ? ഹോറോസ്കോപ്പ് ഒക്കെ അല്ലേ? ഹോറോസ്കോപ്പ് എന്നൊക്കെ പറയുമ്പോഴേ ബേസിക്കലി ടൈമിനെ റിലേറ്റ് ചെയ്യുന്ന ഒരു സാധനമാണ് ഹോറോസ്കോപ്പ് എന്ന് പറയുന്നത് അല്ലേ? ടൈമിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ ഈ ഹോറോസ്കോപ്പും കാര്യങ്ങളെല്ലാം ഇതാക്കുന്നത്. ഓക്കെ, യെസ്. അപ്പൊ ഹോറോ എന്ന് കേൾക്കുമ്പോഴേ എന്ത് ഓർമ്മ വരണം? ടൈം ഓർമ്മ വരണം. ടൈമുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന എന്തോ കാര്യമാണ് ഹോറോ. ഓക്കെ, ഇനി സയൻസ് ഓഫ് ടൈം മെഷർമെന്റ്. സമയത്തിന്റെ മെഷർമെന്റിനെ പറ്റിയിട്ടുള്ള സ്റ്റഡിയാണ് ഹോറോളജി. ഹോറോ എന്ന് കേൾക്കുമ്പോഴേ ടൈം ഓർമ്മ വരിക. ഹോറോളജി, ടൈം മെഷർമെന്റ്. ഓക്കെ, നൗ ഹൈഡ്രോബയോളജി. ഹൈഡ്രോബയോളജി എന്ന് വെച്ചാൽ എന്താ? ബയോ എന്ന് കേൾക്കുമ്പോഴേ നമുക്ക് ഓർമ്മ വരണം? സംതിങ് റിലേറ്റഡ് ടു ലൈഫ്. ലൈഫുമായിട്ട് ബന്ധപ്പെട്ട എന്തോ ആണ് ബയോളജി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഹൈഡ്രോ എന്ന പദം കേൾക്കുമ്പോഴേ ഓർമ്മ വരണം? ഹൈഡ്രോ എന്ന പദം കേൾക്കുമ്പോഴേ വെള്ളം ഓർമ്മ വരണം. വെള്ളമായിട്ട് റിലേറ്റ് ചെയ്യുന്ന പദമാണ് ഹൈഡ്രോ. അപ്പം വെള്ളത്തിലുള്ള ജീവികളെ പറ്റിയിട്ടുള്ള പഠനമായിരിക്കണം ഹൈഡ്രോബയോളജി. ഓക്കെ, സോ സ്റ്റഡി ഓഫ് അക്വാട്ടിക് ഓർഗാനിസംസ് അല്ലെങ്കിൽ വെള്ളത്തിലുള്ള ജീവികളെ പറ്റിയിട്ടുള്ള പഠനമാണ് ഹൈഡ്രോബയോളജി. ഓക്കെ, നൗ ഹൈഡ്രോജിയോളജി. ഓക്കെ, ജിയോ എന്ന വാക്കിന്റെ അർത്ഥം എന്താ? സംതിങ് റിലേറ്റഡ് ടു ലാൻഡ്. ലാൻഡുമായിട്ട് ബന്ധപ്പെട്ട എന്തോ ഒരു വാക്കാണ് ജിയോ എന്ന് പറയുന്നത്. സംതിങ് റിലേറ്റഡ് ടു ലാൻഡ്. ഓക്കെ, ലാൻഡുമായിട്ട് ബന്ധപ്പെട്ട വാക്കാണ് ജിയോ. ഇനി ഹൈഡ്രോ എന്ന് പറയുന്ന വാക്ക് എന്താണ്? സംതിങ് റിലേറ്റഡ് ടു വാട്ടർ. ഓക്കെ, സംതിങ് റിലേറ്റഡ് ടു വാട്ടർ. ഇനി അപ്പൊ ലാൻഡും ഉണ്ട് വാട്ടറും ഉണ്ട്. ലാൻഡിനെ നമ്മൾ ഒന്നും കൂടെ മാറ്റി എഴുതുവാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ഗ്രൗണ്ട് കിട്ടും അല്ലേ? ഓക്കെ, ഗ്രൗണ്ട് കിട്ടും. അപ്പൊ എന്താണ് ഹൈഡ്രോജിയോളജി? സ്റ്റഡി ഓഫ് ഗ്രൗണ്ട് വാട്ടർ. ഓക്കെ, ഹൈഡ്രോജിയോളജി മീൻസ് സ്റ്റഡി ഓഫ് ഗ്രൗണ്ട് വാട്ടർ. ഓക്കെ, ജിയോ എന്ന് വെച്ചാൽ ലാൻഡ് അല്ലെങ്കിൽ ഗ്രൗണ്ട്. ഹൈഡ്രോ എന്ന് വെച്ചാൽ എന്താണ്? വാട്ടർ. അപ്പൊ എന്ത് കിട്ടി? സ്റ്റഡി ഓഫ് ഗ്രൗണ്ട് വാട്ടർ. ഓക്കെ, നൗ മെറ്റിയോറോളജി. ഓക്കെ, മിറ്റിയോർ എന്ന് പറയുന്നത് എന്താ? നമ്മുടെ ഉൽക്ക പോലത്തെ ആകാശത്ത് ഇങ്ങനെ പറന്ന് നടക്കുന്ന കല്ലുകൾ അല്ലേ? ഓക്കെ, ഇനി ഹൈഡ്രോ എന്ന് വെച്ചാൽ എന്താണ്? സംതിങ് റിലേറ്റഡ് ടു വാട്ടർ. ഓക്കെ, ഇനി നമുക്ക് ഇതിനെ രണ്ടിനെയും കൂടെ കണക്ട് ചെയ്യണം അല്ലേ? യെസ്. അപ്പൊ ഈ മിറ്റിയോർസ് എങ്ങനെയാണ്? മിറ്റിയോർസ് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞായിട്ട്, യെസ്, മിറ്റിയോർസ് എങ്ങനെയാ? ഇങ്ങനെ കുഞ്ഞായിട്ട് നമുക്കിങ്ങനെ കല്ലുകൾ പോലെ ഇങ്ങനെ ആകാശത്ത് പറന്ന് നടക്കുന്ന സാധനമാണ് അല്ലേ? ആസ്ട്രോയിഡ്സ്, മിറ്റിയോർസ് ഒക്കെ. ഓക്കെ, അപ്പൊ ഹൈഡ്രോ എന്ന് പറയുമ്പം എന്താണ്? സംതിങ് റിലേറ്റഡ് ടു വാട്ടർ. അപ്പൊ വാട്ടർ ഇങ്ങനെ കുഞ്ഞായിട്ട് നടക്കുന്ന എന്താ? നമുക്ക് ക്ലൗഡ്സ് ആണെന്ന് തോന്നും. ഓക്കെ, ക്ലൗഡ്സ് ആണ് ബേസിക്കലി ഓക്കെ, നമുക്ക് അറ്റ്മോസ്ഫിയറിൽ ഒരു മോയ്സ്ചർ
നൽകുന്നത് അല്ലേ? യെസ്, ക്ലൗഡ്സ് ആണ്. അതായത് വാട്ടർ കണ്ടന്റ് ഉള്ള മെറ്റിയോർസ്. വാട്ടർ കണ്ടന്റ് ഉള്ള മെറ്റിയോർസ്. കല്ലുകൾക്ക് വാട്ടർ കണ്ടന്റ് ഉണ്ടോ? ഇല്ല അല്ലെ? ഓക്കെ, അപ്പൊ കല്ല് പോലെ ഇരിക്കുന്ന വാട്ടർ കണ്ടന്റ് ഉള്ള സാധനങ്ങൾ. ഓക്കെ, ക്ലൗഡ്സ് എന്ന് ഓർത്തോ, ക്ലൗഡ്സ് എന്ന് ഓർത്തോ. ഓക്കെ, അപ്പൊ എന്താണ്? അതാണ് അറ്റ്മോസ്ഫിയറിൽ നമുക്ക് മോയ്സ്ചർ തരുന്നത്. ഓക്കെ, അങ്ങനെയല്ല ശരിക്കും. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഓർത്തു വെക്കാൻ ഇങ്ങനെ കഥയായിട്ട് ഓർത്തു വെച്ചാൽ മതി കേട്ടോ. ഓക്കെ, സോ അറ്റ്മോസ്ഫിയറിൽ പറന്ന് നടക്കുന്ന വെള്ളം പോലെയുള്ള മെറ്റിയോർസ്, കല്ലുകൾ ഏതൊക്കെയാ? ഓക്കെ, ക്ലൗഡ്സ് ആണ്. ക്ലൗഡ്സ് നമുക്ക് എന്ത് പ്രൊവൈഡ് ചെയ്യുന്നു? മോയ്സ്ചർ പ്രൊവൈഡ് ചെയ്യുന്നു. അപ്പൊ ഇതെന്താ? സ്റ്റഡി ഓഫ് അറ്റ്മോസ്ഫിയറിക് മോയ്സ്ചർ. അറ്റ്മോസ്ഫിയറിക് മോയ്സ്ചറിനെ പറ്റിയിട്ടുള്ള പഠനമാണ് എന്ത്? ഹൈഡ്രോ മെറ്റിയോറോളജി. ഓക്കെ, ഹൈഡ്രോ മെറ്റിയോറോളജി. നൗ ഹയറ്റോളജി. ഹയറ്റോളജി എന്ന് വെച്ചാൽ എന്താ? ഹയറ്റോളജി ഇസ് സ്റ്റഡി ഓഫ് റെയിൻഫോൾ. റെയിൻഫോളിനെ പറ്റിയിട്ടുള്ള പഠനമാണ് ഹയറ്റോളജി. ഓക്കെ, ഓർത്ത് വെക്കുന്നത് എങ്ങനെയാ? എങ്ങനെ ഓർത്ത് വെക്കും? ഹയറ്റോളജി. നമുക്ക് റെയിൻഫോൾ ഏറ്റവും കൂടുതൽ കിട്ടുന്നത് എവിടെയാ? റെയിൻഫോൾ ഏറ്റവും കൂടുതൽ കിട്ടുന്നത് എവിടെയാ? നമ്മുടെ തീരപ്രദേശത്താണോ മലപ്രദേശത്താണോ? ഓക്കെ, മലപ്രദേശത്താണ് അല്ലേ? അല്ലെങ്കിൽ വെസ്റ്റേൺ ഗാട്സിന്റെ ആ ഏരിയയിലാണ്, അല്ലെങ്കിൽ ഹൈറ്റ് കൂടുതലുള്ള സ്ഥലങ്ങളിലാണ് എന്ത് കിട്ടുന്നത്? റെയിൻഫോൾ കൂടുതൽ കിട്ടുന്നത്. അപ്പം ഹയറ്റോളജി, ഹൈറ്റ് ഉള്ളിടത്ത് കിട്ടുന്നത് കൂടുതൽ കിട്ടുന്നത് റെയിൻഫോൾ. ഹൈറ്റ് ഉള്ളിടത്ത് കൂടുതൽ കിട്ടുന്നത് റെയിൻഫോൾ. സാധാരണ നമുക്ക് ലാലേട്ടൻ പറഞ്ഞത് പ്രകാരമാണെങ്കിൽ എന്താ? ഉയരം കൂടുന്തോറും ചായക്ക് ടേസ്റ്റ് കൂടും അല്ലേ? ഓക്കെ, പക്ഷെ നമുക്ക് എന്താ, കേരളീയരെ സംബന്ധിച്ചിടത്തോളം ഉയരം കൂടുന്തോറും മഴയുടെ കട്ടി കൂടും അല്ലെ, കാഠിന്യം കൂടും അല്ലേ? സോ ഹയറ്റോളജി എന്ന് വെച്ചാൽ എന്താ? ഹൈറ്റ് കൂടുതലുള്ളിടത്ത് കിട്ടുന്നത് റെയിൻഫോൾ. ഓക്കെ, അങ്ങനെ ഓർത്ത് വെക്കുക കേട്ടോ. നൗ ഹൈജിയോളജി. ഹൈജിയോളജി. ഹൈജിയോ എന്നൊക്കെയുള്ള പദം കേൾക്കുമ്പോഴേ നമുക്ക് എന്ത് ഓർമ്മ വരും? ഹൈജീൻ ഓർമ്മ വരും അല്ലെ? വൃത്തി ഓർമ്മ വരും. ഹൈജിയോ എന്നുള്ള പദം കേൾക്കുമ്പോഴേ നമ്മൾക്ക് എന്ത് ഓർമ്മ വരും? വൃത്തി ഓർമ്മ വരും. ഹൈജീനിക്സ്. ഓക്കെ, സ്റ്റഡി ഓഫ് ക്ലെൻലിനെസ് ആണ് എന്തെന്ന് പറയുന്നത്? ഹൈജിയോളജി. സ്റ്റഡി ഓഫ് ക്ലെൻലിനെസ് അല്ലെങ്കിൽ ഹൈജീനിക്സ് ആണ് എന്തെന്ന് പറയുന്നത്? ഹൈജിയോളജി. ഹൈജിയോ. ആ ഹൈജിയോ എന്ന പദം ഓർത്ത് വെക്കുക കേട്ടോ. ഹൈജിയോ എന്ന് കേൾക്കുമ്പോഴേ എന്ത് ഓർമ്മ വരും? ഹൈജീനിക്സ് ഓർമ്മ വരിക. ഓക്കെ, യെസ്. ഓക്കെ, ഹിപ്നോളജി. ഹിപ്നോളജി. ഹിപ്നോളജി എന്താ? ആ പദത്തിൽ തന്നെ ഉണ്ടല്ലേ, ജൈജാൻഡോളജി പോലെ തന്നെ. ഓക്കെ, ആ പദത്തിൽ തന്നെ എന്തുണ്ട്? ഹിപ്നോളജി. ഹിപ്നോട്ടൈസസ്. ഓക്കെ, ഹിപ്നോട്ടൈസ് ചെയ്യുന്നതിനെയാണ്, അല്ലെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള ഹിപ്നോസിസിനെ പറ്റിയിട്ടുള്ള പഠനമാണ് എന്തെന്ന് പറയുന്നത്? ഹിപ്നോളജി എന്ന് പറയുന്നത്. ഹിപ്നോട്ടൈസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഹിപ്നോസിസിനെ പറ്റിയിട്ടുള്ള പഠനമാണ് എന്തെന്ന് പറയുന്നത്? ഹിപ്നോളജി എന്ന് പറയുന്നത്. ഓക്കെ, നൗ അയമറ്റോളജി. അയമറ്റോളജി എന്താ? സ്റ്റഡി ഓഫ് റെമഡീസ്. റെമഡീസിനെ പറ്റിയിട്ടുള്ള പഠനമാണ് അയമറ്റോളജി. കണ്ടോ, അയാം എന്ന് പറയുന്നത് കണ്ടോ ഇതിനകത്ത്? അയാം. ഓക്കെ, അയാം. ഓക്കെ, ഈ അയാം വെച്ചിട്ട് എന്തോർത്ത് വെക്കുക? അയാം fully responsible for I am able to find all the remedies of my problems. Okay, എൻ്റെ എല്ലാ പ്രശ്നങ്ങളുടെയും ആ റെമഡി കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ ഞാൻ ഏബിൾ ആണ്. I am able. Okay, I am able to solve or find the remedies of all the problems that I have. Okay, അപ്പം എനിക്കുള്ള എല്ലാ പ്രോബ്ലംസിൻ്റെ റെമഡീസ് കണ്ടുപിടിക്കാൻ ഞാൻ തന്നെ എനഫ് ആണ്. ഓക്കെ, ഞാൻ തന്നെ എനഫ് ആണ്. So I am remedies. Okay, I am the remedies. Fine. ഇനി ഐററ്റോളജി. ഐട്രോളജി. ഐട്രോളജി എന്താണ്? സ്റ്റഡി ഓഫ് മെഡിസിൻ. ഐട്രോളജി എന്ന് പറയുന്നത് എന്താണ്? സ്റ്റഡി ഓഫ് മെഡിസിൻ. നമ്മുടെ മരുന്നുകളെ പറ്റിയിട്ടുള്ള പഠനമാണ് എന്തെന്ന് പറയുന്നത്? ഐട്രോളജി എന്ന് പറയുന്നത്. ഐട്രോളജി എന്ന് വെച്ചാൽ എന്താ? സ്റ്റഡി ഓഫ് മെഡിസിൻസ്. Now, yes, ഇഗ്നോളജി. ഇഗ്നോളജി എന്ന് വെച്ചാൽ എന്താണ്? സയൻസ് ഓഫ് ഫോസിലൈസ്ഡ് ഫുട് പ്രിന്റ്സ്. ഫോസിലൈസ്ഡ് ആയിട്ടുള്ള ഫുട് പ്രിന്റ്സ്. ഇവിടെ നിങ്ങൾക്ക് പിക്ചർ നോക്കിയാൽ കാണാം. ഫോസിലൈസ്ഡ് ഫുട് പ്രിന്റ്സ് എന്ന് വെച്ചാൽ എന്താണ്? ഓക്കെ, ഈ ഡിനോസേഴ്സിൻ്റെ ഒക്കെ ഫുട് പ്രിന്റുകളില്ലേ, അതിനെ ഇങ്ങനെ ഫോസിലുകളായിട്ട്, ഓക്കെ, അതായത് നമുക്ക് ഫോസിൽസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കെലിട്ടൺ മാത്രമാണോ? അല്ല, ഈ പഴയ
ഓർഗാനിസംസിൻ്റെ അല്ലെങ്കിൽ ജീവികളുടെയൊക്കെ എന്തെങ്കിലും അവശിഷ്ടങ്ങളെ നമ്മൾക്ക് എന്തെന്ന് പറയാം? ഫോസിലുകൾ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ജീവികളുടെ ഫുട് പ്രിന്റുകളെ നമ്മൾ എന്തെന്ന് പറയും? ഫോസിലൈസ്ഡ് ഫുട് പ്രിന്റ് എന്ന് പറയും. അങ്ങനെ ഫോസിലൈസ്ഡ് ആയിട്ടുള്ള ഫുട് പ്രിന്റുകളെ പറ്റിയിട്ടുള്ള പഠനമാണ് എന്ത്? ഇക്നോളജി. ഇക്നോളജി. ഓക്കെ, യെസ്. ഇനി നോക്കിക്കോ. ഓക്കെ, ഇക്തിയോളജി. ഇക്തിയോളജി എന്താ? ഇക്തിയോളജി നോക്കി വെച്ചോ, സ്റ്റഡി ഓഫ് ഫിഷ് ആണ് കേട്ടോ. ഇക്തിയോളജി എന്ന് വെച്ചാൽ എന്താണ്? സ്റ്റഡി ഓഫ് ഫിഷ്. ഫിഷിനെ പറ്റിയിട്ടുള്ള പഠനമാണ് എന്ത്? ഇക്തിയോളജി. നൗ ഐക്കണോളജി. ഐക്കണോളജി എന്ന് വെച്ചാൽ എന്താ? ഐക്കൺ. ആ പദത്തിൽ നിന്ന് കിട്ടും ഐക്കൺ, ഐക്കൺസ്. ഓക്കെ, ഐക്കൺസ് അല്ലെങ്കിൽ സിംബൽസിനെ പറ്റിയിട്ടുള്ള പഠനമാണ് എന്ത്? ഐക്കണോളജി. ഐക്കണോളജി എന്ന് വെച്ചാൽ എന്താ? സിംബൽസിനെ പറ്റിയിട്ടുള്ള പഠനമാണ് ഐക്കണോളജി. നൗ യെസ്, ഐറനോളജി. ഓക്കെ, ഐറനോളജി എന്ന് വെച്ചാൽ എന്താണ്? സ്റ്റഡി ഓഫ് പീസ് ആണ്. ഓക്കെ, എങ്ങനെ ഓർത്ത് വെക്കും? സ്റ്റഡി ഓഫ് പീസ് ആണ് ഐറനോളജി എന്ന് പറയുന്നത്. നമുക്ക് ഐറനി എന്നുള്ള ഒരു സാധനമായിരിക്കും ഐറനോളജി എന്നൊക്കെ കേൾക്കുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നത് ഐറനി എന്ന് പറയുന്ന ഒരു സാധനം, വിരോധാഭാസം ഒക്കെ ആയിരിക്കും ഓർമ്മ വരുന്നത്. പക്ഷേ ഐറനോളജി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്ത് ഓർമ്മ വരണം? യെസ്, ഈ പേര് ഓർത്ത് വെക്കുക കേട്ടോ. ഈ പേരിന്റെ മീനിങ് എന്താ? ഗോഡസ് ഓഫ് പീസ് എന്നാണ് ഈ പേരിന്റെ മീനിങ് വരുന്നത്. ഓക്കെ, ഗോഡസ് ഓഫ് പീസ്, അതായത് സമാധാനത്തിന്റെ ദേവതയാണ് എന്ത്? ഐറൻ എന്ന് പറയുന്നത്. അതായത് നിങ്ങൾക്ക് ഏതെങ്കിലും ഫ്രണ്ട്സ് ഐറൻ എന്ന് പറയുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഇനി ഓർത്ത് വെച്ചോ, അവരുടെ പേരിന്റെ മീനിങ് എന്താണ്? സമാധാനത്തിന്റെ ദേവത എന്നാണ്. ഓക്കെ, യെസ്. അപ്പൊ എന്താണ് ഐറൻ എന്ന് കേൾക്കുമ്പോൾ എന്ത് ഓർമ്മ വരണം? പീസ് ഓർമ്മ വരണം. ഓക്കെ, സോ ഐറനോളജി എന്ന് വെച്ചാൽ എന്താണ്? സ്റ്റഡി ഓഫ് പീസ്. ഓക്കെ, സമാധാനത്തെ പറ്റിയിട്ടുള്ള പഠനമാണ് ഐറനോളജി. നൗ കാലലോജി. കാലലോജി എന്താ? കാലലോജി ഇസ് സ്റ്റഡി ഓഫ് ബ്യൂട്ടി. സൗന്ദര്യത്തെ പറ്റിയിട്ടുള്ള പഠനമാണ് എന്ത്? കാലലോജി. കാലലോജി എന്ന് വെച്ചാൽ എന്താണ്? സ്റ്റഡി ഓഫ് ബ്യൂട്ടി. ഓക്കെ, സൗന്ദര്യത്തെ പറ്റിയിട്ടുള്ള പഠനമാണ് എന്ത്? കാലലോജി. നൗ യെസ്, ലെപ്പിഡോറ്ററോളജി. ലെപ്പിഡോറ്ററോളജി എന്ന് വെച്ചാൽ എന്താ? ലെപ്പിഡോറ്ററോളജി. ഓക്കെ, ലെപ്പിഡോറ്ററോളജി എന്ന് വെച്ചാൽ ബട്ടർഫ്ലൈസിനെ പറ്റിയിട്ടുള്ള പഠനമാണ് ലെപ്പിഡോറ്ററോളജി. ഓക്കെ, നമുക്കിവിടെ രണ്ട് വാക്കില്ലേ? ലെപ്പിഡോയും ഉണ്ട്, ടെറോയും ഉണ്ട്. ഓക്കെ, അവിടെ നമുക്ക് രണ്ട് പേരെ പറ്റിയിട്ടുള്ള പഠനമാണെന്ന് മനസ്സിലാക്കണം. ലെപ്പിഡോയും ഉണ്ട്, ടെറോയും ഉണ്ട്. ഓക്കെ, അവിടുന്ന് രണ്ട് പേരെ പറ്റിയിട്ടുള്ള പഠനമാണെന്ന് മനസ്സിലാക്കുക. വൺ ഇസ് ബട്ടർഫ്ലൈ, another one is moth. മോത്തിനെയും ബട്ടർഫ്ലൈസിനെയും പറ്റിയിട്ടുള്ള പഠനമാണ് എന്ത്? ലെപ്പിഡോറ്ററോളജി. നൗ ലിത്തോളജി. ലിത്തോളജി എന്ന് വെച്ചാൽ എന്താ? ലിത്ത് എന്ന് പറയുന്ന വാക്ക് കേൾക്കുമ്പോഴേ എന്ത് ഓർമ്മ വരണം? റോക്ക് എന്നുള്ളത് ഓർമ്മ വരണം, അല്ലെങ്കിൽ സ്റ്റോൺ എന്നുള്ള കാര്യം ഓർമ്മ വരണം. ലിത്ത് എന്ന് വെച്ചാൽ എന്താണ്? ലിത്തിന്റെ ലിറ്ററൽ മീനിങ് സ്റ്റോൺ ആണ്. സ്റ്റോൺ ആണ് ലിത്ത് എന്ന് പറയുന്ന വാക്കിന്റെ ലിറ്ററൽ മീനിങ്. അപ്പൊ ലിത്തോളജി എന്ന് വെച്ചാൽ എന്താ? സ്റ്റഡി ഓഫ് സ്റ്റോൺ അല്ലെങ്കിൽ റോക്സ്. ഓക്കെ, റോക്കിനെ പറ്റിയിട്ടോ സ്റ്റോണിനെ പറ്റിയിട്ടോ ഉള്ള പഠനമാണ് എന്ത്? ലിത്തോളജി. ഓക്കെ, ലിത്ത് എന്ന് പറയുമ്പോഴേ സ്റ്റോൺ അല്ലെങ്കിൽ റോക്ക് ഓർമ്മ വരണം. സോ ലിത്തോളജി എന്ന് വെച്ചാൽ എന്താണ്? സ്റ്റഡി ഓഫ് റോക്ക് അല്ലെങ്കിൽ സ്റ്റഡി ഓഫ് സ്റ്റോൺസ്. നൗ ലോമിയോളജി. ലോമിയോളജി എന്ന് വെച്ചാൽ എന്താ? സ്റ്റഡി ഓഫ് പ്ലേഗ്സ് ആൻഡ് എപ്പിഡമിക്സ്. ഓക്കെ, പകർച്ചവ്യാധികളെ പറ്റിയും അതിലെ എസ്പെഷ്യലി പ്ലേഗിനെ പറ്റിയിട്ടുള്ള പഠനമാണ് ലോമിയോളജി എന്ന് പറയുന്നത്. ഓക്കെ, പ്ലേഗിനെ പറ്റിയിട്ടും എപ്പിഡമിക്സിനെ പറ്റിയിട്ടും ഒക്കെയുള്ള പഠനമാണ് ലോമിയോളജി എന്ന് പറയുന്നത്. ഇപ്പം നമ്മുടെ കോവിഡിനെ എടുത്ത് പഠിക്കുവാണെങ്കിൽ, ഓക്കെ, കോവിഡ് പാൻഡമിക് ആയിരുന്നല്ലോ അല്ലേ? യെസ്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ എപ്പിഡമിക്കിനെ പറ്റിയിട്ട് ഇപ്പം ചൈനയിൽ വന്ന സമയത്ത് അത് എപ്പിഡമിക് ആണല്ലേ? ഓക്കെ, അപ്പം അതിനെ പറ്റിയിട്ട് അപ്പം പഠിക്കുവാണെങ്കിൽ അതെന്താണ്? ലോമിയോളജി ആണ്. ഓക്കെ, കോവിഡിനെ പറ്റിയിട്ട് ചൈനയിൽ വന്ന സമയത്ത് നമ്മൾ പഠിക്കുമ്പം അതെന്താണ്? ലോമിയോളജി ആണ്. ഓക്കെ, നൗ ഫാർമക്കോളജി. ഫാർമക്കോളജി, ഫാർമസി. ഫാർമക്കോ എന്നൊക്കെ പറയുമ്പോഴേക്കും നമ്മൾക്ക് എന്ത് ഓർമ്മ വരണം? ഫാർമസി ഓർമ്മ വരണം കേട്ടോ. ഫാർമസി. ഫാർമസിയിൽ നമ്മൾക്ക് എന്താ കിട്ടുക? മെഡിസിൻസ് കിട്ടും അല്ലേ? ഫാർമസിയിൽ നമുക്ക് എന്ത് കിട്ടും? മെഡിസിൻസ് കിട്ടും. ആൻഡ് ഈ മെഡിസിൻസിനെ മെഡിക്കലി ഇവരെന്താ വിളിക്കുക?
മെഡിസിൻസിനെ മെഡിക്കലി ഇവരെന്താ വിളിക്കുക? ഡ്രഗ്സ് എന്നാ വിളിക്കുന്നത്. ഓക്കെ, ഡ്രഗ്സ് എന്നാണ് വിളിക്കുന്നത്. നമ്മളെ സംബന്ധിച്ച് ഡ്രഗ്സ് മറ്റേ ആ സാധനമായിരിക്കും അല്ലേ? പക്ഷെ അതല്ല. ഡ്രഗ്സ് എന്ന് പറയുന്നത് മെഡിക്കൽ ഫീൽഡിലുള്ള ഒരാളെ സംബന്ധിച്ച് മെഡിസിൻ ആണ്. സോ ഫാർമക്കോളജി എന്ന് വെച്ചാൽ എന്താണ്? സ്റ്റഡി ഓഫ് ഇഫക്ട്സ് ഓഫ് ഡ്രഗ്സ്. അതായത് മെഡിസിൻസിന്റെ ഇഫക്ട്സിനെ പറ്റിയിട്ടുള്ള പഠനമാണ് എന്ത്? ഫാർമക്കോളജി എന്ന് പറയുന്നത്. ഓക്കെ, ഫാമ എന്ന് കേൾക്കുമ്പോഴേ എന്ത് ഓർമ്മ വരിക? ഫാർമസി ഓർമ്മ വരിക, ഡ്രഗ്സ് ഓർക്കുക. ഓക്കെ, നൗ ഫൈറ്റോളജി. ഫൈറ്റോളജി എന്ന് വെച്ചാൽ എന്താ? സ്റ്റഡി ഓഫ് പ്ലാന്റ്സ്. ഫൈറ്റോ. ഓക്കെ, നമ്മൾ ചെറുതായിരിക്കുന്ന ടൈം തൊട്ട് ബോട്ടണി പഠിക്കുന്ന സമയത്ത് പലപ്പോഴും നമ്മൾ കേട്ടിട്ടുള്ള പദമായിരിക്കും ഈ ഫൈറ്റോ എന്ന് പറയുന്ന സാധനം. ഫൈറ്റോ എന്ന് പറയുന്നത് എന്തിനെ റിലേറ്റ് ചെയ്യുന്നതാണ്? പ്ലാന്റിനെ റിലേറ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, ഫൈറ്റോളജി എന്ന് വെച്ചാൽ എന്താ? സ്റ്റഡി ഓഫ് പ്ലാന്റ്സ്. നൗ പിസ്കറ്റോളജി. ഓക്കെ, പിസ്കറ്റോളജി. നമ്മൾ നേരത്തെ ഇക്തിയോളജി പഠിച്ചിട്ടുണ്ട്. ഇക്തിയോളജി എന്തായിരുന്നു? സ്റ്റഡി ഓഫ് ഫിഷ്. ഓക്കെ, പിസ്കറ്റോളജി എന്താണ്? സ്റ്റഡി ഓഫ് ഫിഷ് ആണ്. ഓക്കെ, പിസ്സസ് എന്ന് പറയില്ലേ നമ്മൾ ഫിഷിന് പകരമായിട്ട്? PISCS. ഓക്കെ, പിസ്സസ് എന്ന് പറയൂലേ ഫിഷിനെ? ഫിഷിനെ നമ്മൾ എന്തെന്ന് പറയും? പിസ്സസ് എന്ന് കൂടെ പറയൂ കേട്ടോ. ഓക്കെ, പിസ്സസ്. ആ പിസ്സിൽ നിന്ന് എന്ത് വരണം? ഫിഷ് വരണം. ഓക്കെ, പിസ്സിൽ നിന്ന് ഫിഷ് വരണം. ഓക്കെ, സോ പിസ്കറ്റോളജി എന്ന് വെച്ചാൽ എന്താണ്? സ്റ്റഡി ഓഫ് ഫിഷ്. നൗ പോട്ടമോളജി. ഓക്കെ, പോട്ടമോളജി എന്ന് വെച്ചാൽ എന്താണ്? സ്റ്റഡി ഓഫ് റിവേഴ്സ്. ഓക്കെ, റിവേഴ്സിനെ പറ്റിയിട്ടുള്ള പഠനമാണ് പോട്ടമോളജി എന്ന് പറയുന്നത്. ഓക്കെ, പോട്ടമോളജി എന്ന് വെച്ചാൽ എന്താണ്? സ്റ്റഡി ഓഫ് റിവേഴ്സ്. നൗ സ്യൂഡോളജി. സ്യൂഡോളജി എന്ന് വെച്ചാൽ എന്താ? സ്യൂഡോ എന്ന് പറയുന്ന വാക്ക് എന്താണ്? ഇല്ലാത്തത് അല്ലെ, റിയൽ അല്ലാത്ത കാര്യങ്ങളെയാണ് എന്തെന്ന് പറയുന്നത്? സ്യൂഡോ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇപ്പൊ ഇവിടേക്ക് നോക്കുമ്പോഴേ കാണാം ഇതെന്താണ്? ഒരു ഇല്യൂഷൻ ആണ് അല്ലേ? ഓക്കെ, ഒരു ഇല്യൂഷൻ ആണ്. ഓക്കെ, ഇതിങ്ങനെ അനങ്ങുന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ടാവും അല്ലേ? യെസ്. ഓക്കെ, ഒരു ഇല്യൂഷൻ ആണ് എന്തെന്ന് പറയുന്നത്. അതവിടെ ഇല്ല, റിയൽ അല്ല ശരിക്കും. ഓക്കെ, സ്യൂഡോ ആണ്, അൺറിയൽ ആയിട്ടുള്ള കാര്യമാണ് എന്തെന്ന് പറയുന്നത്? സ്യൂഡോ എന്ന് പറയുന്നത്. അപ്പം ഇല്യൂഷൻ ആണ് എന്തെന്ന് പറയുന്നത്? സ്യൂഡോളജി എന്ന് പറയുന്നത്. ഓക്കെ, ബേസിക്കലി ഒപ്റ്റിക്കൽ ഇല്യൂഷനെ പറ്റിയിട്ടുള്ള പഠനമാണ് എന്ത്? സ്യൂഡോളജി. സ്യൂഡോ എന്ന് പറയുമ്പോൾ എന്താണ്? അൺറിയൽ ആണ്, റിയൽ അല്ലാത്തതാണ്. അതെന്താണ്? ഇല്യൂഷൻ ആണ്. ഓക്കെ, നൗ പൈററ്റോളജി. പൈററ്റോളജി എന്ന് വെച്ചാൽ എന്താണ്? സ്റ്റഡി ഓഫ് ഫീവർ. ഓക്കെ, സ്റ്റഡി ഓഫ് ഫീവർ. നമ്മൾ കഴിഞ്ഞ ദിവസം അല്ലെങ്കിൽ നമ്മുടെ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ പൈറോ എന്ന് പറയുന്ന ഒരു വാക്ക് കണ്ടിരുന്നു. സ്റ്റഡി ഓഫ് ഫയർ എന്ന് കണ്ടിരുന്നു. ഇത് പൈറോ അല്ല, പൈററ്റോളജി. പൈററ്റോ എന്ന് പറയുമ്പോൾ എന്തോർക്കണം? ഫീവർ ഓർക്കുക. സ്റ്റഡി ഓഫ് ഫീവർ. ഓക്കെ, പനിയെ പറ്റിയിട്ടുള്ള പഠനമാണ് എന്തെന്ന് പറയുന്നത്? പൈററ്റോളജി. ഓക്കെ, നൗ സെമന്റോളജി. ഓക്കെ, നമ്മുടെ ഫൈനൽ വാക്ക് എത്തിയിരിക്കുകയാണ്. നമ്മുടെ 50th വേർഡാണ് സെമന്റോളജി. സെമന്റോളജി എന്ന് വെച്ചാൽ എന്താണ്? സയൻസ് ഓഫ് മീനിങ്സ്. നമ്മളിപ്പോൾ ചെയ്യുന്ന പരിപാടി എന്താണ് ശരിക്കും? നമ്മൾ മീനിങ്സിനെ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലേ. അപ്പം നമ്മൾ ചെയ്യുന്നത് എന്താ? സെമന്റോളജി ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സെമന്റോളജി എന്ന് വെച്ചാൽ എന്താ? സ്റ്റഡി ഓഫ് മീനിങ്സ്. മീനിങ്സിനെ പറ്റിയിട്ടുള്ള പഠനമാണ് എന്ത്? സെമന്റോളജി എന്ന് പറയുന്നത്. ഓക്കെ, സോ നമ്മൾ 50 വേർഡ്സ് ഇന്നത്തെ സീരീസിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ആൻഡ് എന്ത് ചെയ്യുക? ഇതിന് തൊട്ട് മുൻപ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? 2 വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ആ 2 വീഡിയോസിൽ നമ്മൾ 100 വേർഡ്സ് അവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ആ വീഡിയോസ് കാണാത്തവർ ഡെഫിനറ്റ് ആയിട്ടും ആ 100 വേർഡ്സും കൂടെ കവർ ചെയ്യാൻ ശ്രദ്ധിക്കുക. സോ ബൈ ബൈ.